കരടി ആക്രമിച്ചിട്ടുണ്ടല്ലേ? എങ്ങനെ, എത്ര നാൾ മുമ്പ്? കെണിക്കൂടിൽ കരടി കുടുങ്ങി. സംഭവം നടന്നത് തിരുവനന്തപുരത്തെ കല്ലാർ ഗോൾഡൻ വാലി കഴിഞ്ഞ് മൊട്ടമോട് എന്ന സ്ഥലത്താണ്. കരടിയെ കൂടിയാണ് ആന ആംബുലൻസിൽ കയറ്റുന്നത്. രാവിലെ 6:30 കൂടിയാണ് കല്ലാറ് മൊട്ടമൂട് കെണിക്കൂടിൽ കരടി കുടുങ്ങുന്നത് അല്ലേ? ഇന്ന് രാവിലെ 6:30 അറിഞ്ഞതല്ലേ? പാലോട് പരുത്തിപ്പള്ളി റേഞ്ചുകളിൽ നിന്നും RRTകളും എത്തിക്കൊണ്ടിരിക്കുന്നു. ജനപ്രതിനിധികളും ഇവിടെ എത്തിക്കഴിഞ്ഞു. ഈ കാണുന്നത് കെണിക്കൂടാണ്. കരടി വീണ ശേഷം ഗ്രീൻ ഷെയ്ഡ് ഇട്ട് മൂടിയിട്ടിരിക്കുകയാണ് ഈ കൂട്. എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന വെറ്റിനറി ഡോക്ടർ എത്തി. ഈ ഡോക്ടർ എത്തിയതിനു ശേഷം പരിശോധിച്ച ശേഷമാണ് ഈ കരടിയെ എങ്ങോട്ട് കൊണ്ടുപോകണം, എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. തേനും ചക്കയും കരടിക്കുട്ടന്മാരുടെ ഇഷ്ട വിഭവങ്ങളാണ്. ഉന്നതികളിൽ ചക്ക സീസൺ ആകുമ്പോഴാണ് കൂടുതലായും കരടികൾ വരുന്നത്. കുറച്ച് കൃഷിനാശവും അതുപോലെ തന്നെ കുറച്ച് ഭീഷണിയും ഒക്കെ ഇവരുണ്ടാക്കാറുണ്ട്. ഗ്രീൻ ഷെയ്ഡ് മാറ്റി ഡോക്ടർ പരിശോധന തുടങ്ങിയപ്പോഴേക്കും കരടി ഗർജനം തുടങ്ങി. അപ്പോഴേക്കും കോട്ടൂർ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ എലിഫന്റ് ആംബുലൻസ് എത്തിക്കഴിഞ്ഞു. കരടികൾക്ക് വേണ്ടി പ്രത്യേക ആംബുലൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ആനവണ്ടി എത്തിയത്. കൂട്ടിലിട്ട് മയക്കുവെടി വെച്ച ശേഷമേ ഈ ട്രക്കിലേക്ക് കയറ്റാൻ പറ്റുകയുള്ളൂ. കൂടിനു ചുറ്റുമായി പല റേഞ്ചുകളിൽ നിന്ന് വന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വളരെ ജാഗ്രതയോടെ നിൽക്കുകയാണ്. കൊണ്ടുപോകാനുള്ള വണ്ടിയുടെ പുറകിലെ ഡോറ് സാവധാനം താഴ്ത്തുകയാണ്. ഇതിൽ കൂട് ഉരുട്ടി വേണം കരടിയെ കയറ്റാൻ. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ഷാനവാസ് സാർ എത്തിയിട്ടുണ്ട്. DFO കൂടി കരടിയെ കണ്ട് സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ ശേഷമാണ് തുടർ തീരുമാനങ്ങൾ എടുക്കുന്നത്. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരുമായി DFO ഡിസ്കഷനിലാണ്. ഇത് കല്ലാറൂർ മൊട്ടമൂട് എന്ന സെറ്റിൽമെന്റിനകത്തുള്ള സ്ഥലമാണ്. കഴിഞ്ഞ 5 മാസമായിട്ട് ഒരു കരടി പ്രശ്നമുണ്ടാക്കുന്നു എന്ന് സെറ്റിൽമെന്റ് നിവാസികൾ പരാതിപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ചീഫ് വൈൽഡ് ലൈഫ് ഫാമിന്റെ പെർമിഷൻ വാങ്ങിയതിനു ശേഷം ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മയക്കുവെടി വെക്കാനായി മയങ്ങാനുള്ള മരുന്ന് നിറച്ച തോക്കുമായി വെറ്റിനറി ഡോക്ടർ എത്തിയിട്ടുണ്ട്. കൂടിനെ കൂടുതൽ സുരക്ഷിതമാക്കാൻ വേണ്ടിയായിരിക്കണം ഈ വലകൾ സജ്ജമാക്കി വെച്ചിരിക്കുന്നത്. കൂടോടുകൂടി ട്രക്കിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ യാതൊരു കാരണവശാലും കരടി കൂട് പൊളിച്ച് പുറത്തിറങ്ങാൻ പാടില്ലല്ലോ. ഇനി മയക്കുവെടി വെക്കുന്നത് എങ്ങനെയെന്ന് കാണാം. മയക്കുവെടി കൊണ്ടിട്ടുണ്ട്. ഇനി ഒരു 1/2 മണിക്കൂറെങ്കിലും വേണ്ടി വരും ഇവനൊന്ന് മയങ്ങാൻ. അപ്പോഴേക്കും എല്ലാവരും ചേർന്ന് ഈ കൂട് വരിഞ്ഞ് മുറുക്കുകയാണ്. കാരണം ഈ കൂട് വലിച്ചു കൊണ്ടുപോകാനായിട്ട് കയറുകൾ അതിന് സജ്ജമാക്കുകയാണ്. അവൻ മയങ്ങിക്കഴിഞ്ഞു. കൂടിൽ ചക്രങ്ങൾ പിടിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ലോറിക്കരികിലേക്ക് ഉരുട്ടി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയായിരുന്നു? കരടി ആക്രമിച്ചിട്ടുണ്ടല്ലേ? എങ്ങനെ, എത്ര നാൾ മുമ്പ്? ഒരു 1.5 വർഷത്തിന് മുമ്പ്. എങ്ങനെയായിരുന്നു സംഭവം? അത് പണിക്ക് പോയപ്പോഴാണ് നടക്കുന്നത്. പണിക്ക് പോയപ്പം അടുത്ത് വന്നുപോയി. ഞാൻ ഒരു അടയ്ക്കാരത്ത് പോയി. അവൻ കൂടെ കയറിയോ? അല്ല, ചാടി പിടിച്ചു. ഓക്കെ. പകലായിരുന്നു? എത്ര സമയപ്പെടുന്നത്? രാവിലെ ഒരു 5:30-6 മണിയാവും. ഓക്കെ. കാല് കാല് കടിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. ഇവിടെ അടുത്താണോ? മൊട്ടമൂടാണോ? കല്ലൻകുടി. ഇവിടെ തെന്നൂര് കല്ലൻകുടിയിലാണല്ലേ ഇവിടെ വന്നതിപ്പോ? ഇപ്പൊ ഇവിടെ പണിക്കായിട്ട് വന്നതാണ്. ശരി, ഓക്കെ. രാവിലെ 6:45 കരടി UKG വീഴുകയും
അതനുസരിച്ച് നമ്മൾ കരടിയെ വീണ്ടും അത് പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള മിഡിൽ ഏജ്ഡ് കരടിയാണ്. അതിന് ആദ്യം നമ്മുടെ ഫോറസ്റ്റിന്റെ വെറ്റിനറി ഡോക്ടർ അതിനെ മയക്ക് ഇനി അത് ഒബ്സർവേഷനിൽ വെച്ച് ബഹുമാനപ്പെട്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതിക്ക് വിധേയമായിട്ട് പൂർണ്ണ ആരോഗ്യവാനാണെന്ന് കാണുന്ന പക്ഷം റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു സാർ. അങ്ങനെ കരടിയെ സേഫായിട്ട് ലോറിയിൽ കയറ്റിയിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സൈനിങ് ഔട്ട് ഫ്രം സ്റ്റാർദിര ബൈ സജീക് വിദ്യ.